നമസ്കാരം. കൈപ്പേശ്ശേരി നമ്പൂരി. ഈ ബന്ധുജനങ്ങളിലോ കുടുംബജനങ്ങളിലോ മരണാദി ക്ലേശങ്ങളൊക്കെ നടക്കുക, പ്രസവങ്ങളൊക്കെ നടക്കുക, ആ സമയത്ത് സംസ്കൃതി അശൂലം എന്നാ പറയാ. അശൂലം എന്ന് പറഞ്ഞാൽ വാലായ്മ. ഈ വാലായ്മയ്ക്ക് ഏറ്റവും നല്ലതെന്താ? വാലായ്മയ്ക്ക് പണ്ട് തൊട്ട് ഋഷീശ്വരന്മാര് തൊട്ട് ഇന്ന് വരെ പറയണത് നാരായണ നാരായണ നാരായണ. അത് ചോദിച്ചുകൊള്ളാ പറഞ്ഞേക്കണേ. മരണം നടന്നാൽ പോലും നാരായണയ്ക്ക് ശക്തിയുണ്ട്. എന്താ അത്? 1-ാം ദിവസം തൊട്ട് 16-ാം ദിവസം വരെ നടത്തുന്ന കർമ്മത്തിലൂടെ 1-ാം ദിവസം തൊട്ട് സഞ്ചയനം കഴിഞ്ഞ് ബലിപ്പുര കെട്ടി ബലിയിട്ട് തുടങ്ങി 16 ദിവസം വരെ ബലിയിട്ട് ആ പൂർണ്ണമായ അസ്ഥിയിൽ നിൽക്കുന്ന ജീവനെയും കൂടി ആവാഹിച്ചു വെച്ച് നമ്മുടെ ആത്മാവിനെ പൂർണ്ണ മോക്ഷത്തിലേക്ക് കൊടുക്കുന്ന ദിവസം വരെ ആ മോക്ഷകാരൻ, അതായത് 16 ദിവസം ബലിയിടുമ്പോഴാണ് ശരിക്കും നിയമപ്രകാരം ആ ആത്മാവ് പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ആ രൂപത്തെ നമ്മൾ ഇവിടുന്ന് പിതൃലോകത്തേക്ക് അയക്കുകയാണ്. അപ്പൊ ഓരോ ദിവസവും ബലിയിട്ട് 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 ബലിയിട്ടാണ് പോകുന്നത്. നമ്മള് പണ്ടത്തെ ചരിത്രം ഞാൻ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ 16-ാം ദിവസം ഒരു ബലിയിട്ടായിട്ടു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആട്ടെ, അല്ല, ഞാൻ അതിലേക്ക് കിടക്കണില്ല. അപ്പൊ ആ സമയങ്ങളിൽ മുഴുവൻ ആ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ആത്മാവിന് മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ട്, വയ്യാതെയൊക്കെ ആൾക്കാർ കുടുംബത്തിൽ കിടക്കുക, ശ്വാസം മാത്രമേ ഉള്ളൂ, ഭക്ഷണമൊന്നുമില്ല. എന്താ ചെയ്യുക? കഷ്ടകാലം. നമ്മൾ ചെയ്തതിന്റെ ഫലമൊക്കെ അനുഭവിക്കാതെ ചിലരൊന്നും മരിക്കത്തില്ല. നമ്മളൊക്കെ എങ്ങനെയാണ്, ഞാൻ ഉൾപ്പെടെ. ഒരാള് വേർതിരിച്ച് ഞാൻ കാണുന്നില്ല. അപ്പൊ ഈ അപ്പോഴൊക്കെ നമ്മളെന്താ, കുടുംബത്തിൽ ധാരാളം നാരായണനാമം ജപിക്കൂ എന്നാ പറയുന്നത്. അപ്പൊ ആ ദിനങ്ങളിലൊക്കെ നിങ്ങൾക്ക് സമയം പോലെ, അതായത് അന്ന് ആ കാല സമയങ്ങളിലൊന്നും നമുക്ക് പുറത്തിറങ്ങാനൊന്നും പാടില്ല. നമ്മുടെ ചിട്ടപ്രകാരം നമ്മൾ കുടുംബത്തിരിക്കുന്നവരാണ്. നാരായണ 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 ധാരാളം ജപിക്കാം, നാരായണനാമം ജപിക്കാം. അപ്പൊ എന്താ അത് നാമജപം ഒട്ടും മുടങ്ങത്തുമില്ല. കുടുംബത്തെ ആ മോക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ആയതിനാൽ പുലവാലായ്മയുള്ളപ്പോൾ നാരായണത്തിലാണ്, അല്ലെങ്കിൽ നാരായണ നാമജപത്തിലാണ് പ്രസക്തി. നാരായണ ധാരാളം ജപിക്കാം. ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞേക്കണത് തന്നെ എന്താ? ലോകത്തുള്ള എല്ലാ ഭക്തന്മാരും പ്രാർത്ഥിക്കുന്ന, അതിപ്പോ ജാതി മത ഭേദമന്യേ എല്ലാ ഭക്തന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന മുഴുവൻ എന്നിലേക്ക് വരുന്നു എന്ന് മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ട്. എന്റെ ശത്രു പോലും എന്നെ ശത്രുതയോടുകൂടി നാരായണ എന്ന് വിളിച്ചാൽ അവനെയും ഞാൻ അനുഗ്രഹിക്കും എന്നാ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തത്വം ഒന്ന് ഉൾക്കൊണ്ട് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ആ തത്വത്തിന് ഭയങ്കര മഹത്തരമായ ഫലമാണ്. മഹത്തരമായ ഫലം എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി നാരായണ എന്ന് വിളിച്ചാലും ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ ഒരു ഭഗവാന്റെ അവസ്ഥ. അല്ല, ആ ഭഗവാന്റെ അതൊന്നും ആലോചിച്ച് നോക്കും. അതൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോലും മനസ്സിലാക്കാത്ത അത്ര ഉന്നതങ്ങളുള്ള ആ ഒരു ധാരണാശക്തി, ഒരു കേമത്താണല്ലോ അത്. അപ്പൊ അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ നാരായണ ജപിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ജപിക്കാം. നാരായണയ്ക്കാണ് പ്രാധാന്യം. നാരായണ ധാരാളം ജപിക്കുക. മറ്റൊന്നിനേക്കാളും നാരായണയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജപിക്കുക. നാരായണക്കാണ് ഏറ്റവും പ്രാധാന്യം. അപ്പൊ ജപം മുടങ്ങുമില്ല, ഒരു സുഹൃതവും ആ ദിവസങ്ങളിൽ അങ്ങനെ പിന്തുടരുക. പിന്നെ സ്ത്രീകൾക്ക് പിന്നെ അശുദ്ധാദി കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ആ സമയത്ത് നമ്മള് എന്താ പറയുക, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിപ്പിക്കണം. ദേവീ രൂപത്തിലെ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കണം, അല്ലെങ്കിൽ ദേവി സങ്കല്പത്തിൽ അമ്മമാരായിട്ട് കണക്കാക്കണം. അവരുടെ അനുഗ്രഹത്തിനായി എപ്പോഴും അവരുടെ കാൽക്കൾ നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ച സനാതന ധർമ്മമാണ് നമ്മുടേത്. അപ്പൊ ആയതിനാൽ തന്നെ ഏറ്റവും ശാരീരിക വൈഷമ്യമേറിയ സമയങ്ങളാണ് മാസമുറക്കാലം. ആ സമയത്ത് അവർക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പണ്ടൊക്കെ മാറ്റി ഇരുത്തപ്പെടുന്നത് തന്നെ. അവർക്ക് പൂർണ്ണമായ റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ സാധാരണഗതിക്ക് ഒരു റീസൈക്ലിംഗ് നടക്കുന്നുണ്ട് സ്ത്രീകളുടെ ഇടയ്ക്ക്. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്മരണ മാത്രം മതി. നാമജപാദികളെക്കാൾ കൂടുതൽ സ്മരണയ്ക്കാണ് ശക്തി. നമ്മൾ മനസ്സുകൊണ്ട് മനനം ചെയ്യുക ഭഗവാന്മാരെ. ജപാദികളെക്കാൾ കൂടുതൽ മനനത്തിനാണ് ശക്തി. അപ്പൊ ആ മനനം മാത്രം മതി ആ സമയത്ത്. കാരണം അതും മഹാവിഷ്ണുവിനെയൊക്കെ മനനം ചെയ്യുന്നതാണ് ഏറ്റവും കേമത്വം. അപ്പൊ ഞാൻ മഹാവിഷ്ണുവിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ സമയങ്ങളില് കാരണം അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ നമ്മളെ ഇങ്ങനെ പരിപാലിക്കാൻ. അതുകൊണ്ട് തന്നെ
ആ പരിപാലന ശക്തിക്ക് ഒരു വിഘ്നം വരാതിരിക്കാനാണ് ഈ കാലയളവിൽ പോലും മാസത്തിലെ ഈ വരുന്ന അശുദ്ധാദികൾക്ക് മനനവും മറ്റുള്ള പ്രസവ സമയത്തും അല്ലെങ്കിൽ പ്രസവിച്ച കുട്ടികളുണ്ടാവുന്ന സമയത്തുള്ള വാലായ്മയിലും മരണാനന്തര വാലായ്മയിലും ഭഗവാനെ മനനം ചെയ്യുക, നാമജപാദം, ഭഗവാന്റെ നാരായണ നാമം ജപിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് പോലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ അല്ലേ? മറ്റെല്ലാരും ആ സമയത്തൊന്നും പലതും ചെയ്യരുതെന്ന് പറയുന്ന സമയത്തും ഭഗവാൻ നാരായണൻ പറയണ എന്താ? ഞാൻ ആ സമയത്ത് നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള വഴികാട്ടിയായി, നിങ്ങളുടെ നന്മയിലേക്കുള്ള വഴികാട്ടിയായി എന്നെ അപ്പോഴും ജപിച്ചോളൂ എന്ന് അദ്ദേഹം പറയണേ. അപ്പൊ ഈ ദിനങ്ങളിൽ ഇങ്ങനെയുള്ള നാമജപാദികൾക്കാണ് ശക്തി, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ സുഹൃതം, അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ സമയത്ത് പോലും നമുക്ക് കിട്ടേണ്ട അനുഭവ ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ.